വാവ്, നല്ല സൂപ്പർ ആയിട്ടില്ലേ? നമ്മുടെ വാനിനുള്ളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കിച്ചൺ യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്തത്. ഗ്യാസ് സ്റ്റവും സിങ്കും നമ്മൾ രണ്ട് സൈഡുകളിലായിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കബോർഡുകളും ഡ്രോയറുകളും ഒക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ ഇന്ന്. ബോക്സുകളുടെ അളവിൽ കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന വുഡുകളൊക്കെ നമ്മൾ ഗ്ലൂ ചെയ്ത് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 ഡ്രോയറുകളാണ് നമ്മളുടെ പ്ലാനിലുള്ളത്. അത് നല്ല നീറ്റ് ആയിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാനുള്ള കബോർഡാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. ടീ ബ്രേക്ക് ആണ്. ഏവക്കുട്ടൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ പണി ചെയ്യുന്നത്. പുളിയാണോ? അങ്ങനെ പുളിയുള്ള ഓറഞ്ച് ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മുടെ കബോർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ശേഷം ഡ്രോയറുകൾക്ക് വേണ്ട സ്ലൈഡറും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് ഡ്രോയറുകളെല്ലാം ഇട്ട് നോക്കിയപ്പോൾ ആ സംഭവം സെറ്റ്. പറയാൻ എളുപ്പമായിരുന്നെങ്കിലും പക്ഷെ ഇത് ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. ഈ കാണുന്ന ഗ്യാപ്പുകൾ മാറ്റാനായിട്ട് നമ്മൾ ഇവിടെ ഫേസ് പാനലുകൾ കൂടി വെക്കും. ഇതേ സമയം ഫോൺ ഇല്ലാതെ ജിമ്പലും പിടിച്ച് വ്ളോഗ് ചെയ്യുന്ന ഏവക്കുട്ടൻ. ഇനി നമുക്ക് വാഷ് ബേസിന്റെ അടിയിലായിട്ട് വരുന്ന ഈ ഒരു ഡോർ ഫിക്സ് ചെയ്യണം. അപ്പൊ ഇനി ഡോറിന്റെ ഹിഞ്ചസ് ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് ഇട്ട് കൊടുക്കാം. ഏവപ്പൊന്നെ ഇവിടെ എല്ലാം കളിച്ച് നടന്ന് മടുക്കുമ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എടുത്ത് കൊടുക്കും. പിന്നെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് 1-2 ദിവസങ്ങളിലായിട്ടാണ്. അങ്ങനെ ഹിഞ്ചസ് ഒക്കെ പിടിപ്പിച്ച് നമ്മൾ ഡോർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വാഷ് ബേസിനുള്ള സ്പേസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു കിച്ചൺ ക്യാബിൻ 95% റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് വരുന്ന ക്യാബിനാണ് റെഡിയാക്കാനുള്ളത്. രാവിലെ എണീറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിച്ച് കിളികൾക്കുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും, കാരണം ഇതിൽ ഡ്രോയറുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കബോർഡിന്റെ വുഡുകളെല്ലാം നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം നമ്മുടെ വീടിന്റെ സൈഡിലുള്ള കിളിക്കൂടിലെ പൊത്തിൽ കിളികൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ കബോർഡിന്റെ സ്ട്രക്ചർ ഏകദേശം റെഡി ആയി വന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കി. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവിന്റെ അടിയിലായിട്ട് വരുന്ന ആ ഡോറ് കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്താണ് അന്നയും റൈസയും കൂടി കയ്യിൽ കുറെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഏവക്കുട്ടനെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നത്. ഏവക്കുട്ടന് വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ബോർ അടിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ വന്ന് ഏവക്കുട്ടനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവള് പോയിട്ട് വരട്ടെ, ആ സമയം നമുക്ക് ഡോറിലെ ലോക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോക്കും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പോയ ആൾക്കാരും തിരിച്ചു വന്നു. മൂവരും കൂടി അന്നയുടെ ഗ്രാൻഡ് പേരൻസിന്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള വരവാണ്. ഏവക്കുട്ടനെ വീട്ടിലാക്കിയിട്ട് അവര് തിരികെ പോയി. നമുക്കിനി ഗ്യാസ് സ്റ്റവ് വെക്കാനായിട്ട് കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തെടുക്കാം. അതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് വെച്ച് നോക്കാം. നല്ല കറക്റ്റ് ആയിട്ട് വീണിട്ടുണ്ട്. ഫ്രിഡ്ജിന് മുകളിലായിട്ടുള്ള ആ സ്പേസിൽ കൂടി ഒരു ഡ്രോയർ വെച്ചാലോ എന്നാണ് പിന്നത്തെ ചിന്ത. പിറ്റേ ദിവസം രാവിലെ അന്ന വന്ന് ഏവക്കുട്ടനെയും കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് പ്ലാനില്ലാതിരുന്ന ആ ഒരു ഡ്രോയർ കൂടി നമ്മൾ റെഡിയാക്കി എടുത്തു. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇനി പെയിന്റ് ഒക്കെ അടിച്ചിതൊന്ന് വാനിൽ കൊണ്ടുവച്ച് സെറ്റ് ആകുന്ന കാണാനായിട്ട് കൊതിയായിട്ട് വയ്യ. കുറെ പൂക്കളും ഒക്കെ പിച്ച് ഏവക്കുട്ടൻ തിരികെ വരുന്നുണ്ട്. ഏവക്കുട്ടിനെ തിരികെ വീട്ടിലാക്കിയിട്ട് അന്ന പോകുന്നത് ഏവമോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിച്ചില്ല. അന്ന അവളോടൊപ്പം ഇവിടെ നിന്ന് കളിക്കാനാണ് അവൾക്ക് ഇഷ്ടം. പക്ഷെ പേരൻസിന്റെ ഒപ്പം എവിടെയോ പോകേണ്ടതുകൊണ്ട് അന്നമോൾ വേഗം തിരികെ പോവുകയും ചെയ്തു.